നമസ്കാരം, ന്യൂസ് അറ്റ് 25 സ്വാഗതം. ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യക്ക് നേരെ അധിക തീരുവ ചുമത്തിയ US നീക്കത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി മൈ ഫ്രണ്ട് എന്നായിരുന്നു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മോദിയെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഡിജിറ്റൽ സർവകലാശാല VC ആകാനുള്ള പ്രായപരിധി ഉയർത്തി. 61 വയസ്സിൽ നിന്ന് 65 വയസ്സാണ് പ്രായപരിധി വർദ്ധിപ്പിച്ചത്. പ്രായപരിധി കൂടുന്നതിനായി സർവകലാശാല നിയമത്തിലെ 6ാം ഉപവകുപ്പിൽ ഭേദഗതി വരുത്തി. മന്ത്രിസഭ അംഗീകരിച്ച കരട് ഓർഡിനൻസിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ജീവനക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച IT വ്യവസായി വേണുഗോപാലകൃഷ്ണൻ. കാക്കനാട് സ്വദേശിയായ വേണുഗോപാലകൃഷ്ണനും ഇയാളുടെ സ്ഥാപനത്തിലെ 2 ജീവനക്കാരും ഒരു സ്വതന്ത്ര ഡയറക്ടറുമാണ് മുൻകൂർ ജാമ്യം തേടിയത്. കൊലക്കേസ് പ്രതി ആലുവ അതുലും സംഘവും കോടതി വളപ്പിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജഡ്ജിയുടെ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കൊലക്കേസ് പ്രതിയായ ആലുവ അതുലും ക്രിമിനൽ കേസ് പ്രതികളും ചേർന്ന് കോടതി വളപ്പിൽ റീൽസ് ചിത്രീകരിച്ചത്. ശബരിമല ക്ഷേത്രാങ്കണത്തിൽ സ്വാമി അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നൽകിയ അനുമതി പിൻവലിച്ചെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. വിഗ്രഹത്തിന്റെ പേരിൽ നടന്ന പണപ്പിരിവ് സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി സെപ്റ്റംബർ 10 പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കണ്ടെയ്നർ ലോറി വഴിതെറ്റി പെരുമ്പാവൂരിൽ ഇടറോഡിൽ കുടുങ്ങി. തുടർന്ന് വാഹനം തിരിക്കാനുള്ള ശ്രമത്തിനിടെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകരുകയും ചെയ്തു. പെരുമ്പാവൂർ ഓൾഡ് വല്ലം റോഡിലാണ് വാഹനം കുടുങ്ങിയത്. പാലിയേക്കര ടോൾ പിരിവ് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാണ് ദേശീയപാത അതോറിറ്റി തുക നൽകേണ്ടത്. ടോൾ പിരിവ് തടസ്സപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് കരാറിലെ വ്യവസ്ഥ. തിരുവനന്തപുരം മുതലപ്പുഴി വീണ്ടും വള്ളം മറിഞ്ഞു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് അപകടം. വള്ളത്തിൽ 5 പേരുണ്ടായിരുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തി. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് CPM-ലേക്ക്. സുമേഷ് അടക്കം BJP സജീവ പ്രവർത്തകനായ 11 പേരാണ് CPM-ൽ ചേർന്നത്. BJP ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സുമേഷ് പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കര പനവേലിൽ നിയന്ത്രണം വിട്ട മിനി വാൻ ബസ് കാത്തുനിന്നവർക്ക് നേരെ പാഞ്ഞു കയറി 2 പേർ മരിച്ചു. പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. ഒരാൾ പരിക്കേറ്റ ചികിത്സയിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഇന്ന് പവന് 160 രൂപ കൂടി 75,200 രൂപയായി. ഇന്നലെ 75,040 രൂപയിലായിരുന്നു സ്വർണ്ണ വ്യാപാരം നടന്നത്. 3 ദിവസമായി പവന് വില 75,000 മുകളിൽ തുടരുകയാണ്. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്ന തൃശൂർ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം നേരത്തെ നടത്തിയ LDF ഡെപ്യൂട്ടി മേയർ. തൃശൂർ കോർപ്പറേഷൻ ഞായറാഴ്ചയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ CPM നേതൃത്വം ഇടപെട്ട് അത് 12-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. മന്ത്രി ബിന്ദു ആയിരുന്നു ഉദ്ഘാടനം. ട്രേഡിംഗ് നടത്തി ലാഭം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് വാട്സപ്പ് മുഖേന ബാങ്ക് ട്രാൻസ്ഫർ വഴി പല തവണകളിലായി 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ സുരാജ്, എബ്രഹാം, പാച്ചാലൂർ സ്വദേശിയായ സുൽഫീഖർ എന്നിവരാണ് മലപ്പുറം മങ്കട പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. തിരുപ്പൂർ സ്വദേശിയായ മണികണ്ഠൻ എന്നയാളാണ് മരിച്ചത്. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ ധാരാലിയിൽ കാണാതായവരെ കുറിച്ച് സർക്കാർ ഒരു വിവരവും നൽകുന്നില്ലെന്ന് ബന്ധുക്കൾ. കുടുംബത്തിൽ 26 പേരെ കാണാതായ ദമ്പതികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വലിയ ദുരന്തം സംഭവിക്കുമെന്നും കുട്ടികൾ ഫോണിൽ വിളിച്ചു പറഞ്ഞെന്നും എന്നാൽ പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും എതിരെന്നും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ച 25 പുസ്തകങ്ങൾ ജമ്മു കാശ്മീരിൽ നിരോധിച്ചു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 96-ാം വകുപ്പ് പ്രകാരം ഈ പുസ്തകങ്ങൾ വിദ്വേഷപരമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുകയും യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച തീവ്രവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് വിവരിച്ചുകൊണ്ടാണ് നടപടി. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതർ. സൈന്യത്തിന്റെ സംരക്ഷണയിലെന്ന് ബന്ധുക്കളെ അറിയിച്ചു. മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് മലയാളികൾ ഉള്ളത്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ രാമചന്ദ്രൻ നായരുടെ മകൻ രോഹിത്താണ് ഇക്കാര്യം അറിയിച്ചത്. സ്മാർട്ട് ഫോൺ വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് മുത്തച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 12-കാരൻ പിടിയിൽ. ഉത്തർപ്രദേശിലെ പുനാരി ബസ്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വിരമിച്ച സൈനികനായ രാംബന്തി പാണ്ഡയാണ് കൊല്ലപ്പെട്ടത്. അയർലൻഡിന് ഇന്ത്യൻ വംശജിയായ 6 വയസ്സുകാരിക്ക് വംശീയ അധിക്ഷേപം. വാട്ടർഫോണ്ടിലാണ് സംഭവം. 12-നും 14-നും ഇടയിൽ പ്രായമുള്ള 5ഓളം ആൺകുട്ടികളാണ് കുട്ടിയെ വംശീയമായി അധിക്ഷേപിച്ചത്. ശ്വേതാമേനെതിരായ പരാതി വിഡ്ഢിത്തവും ദുരുദ്ദേശപരവും വന്ന നടൻ ദേവൻ. പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ ആരുമില്ലെന്നാണ് വിശ്വാസം. സംഘടനയിലെ ഒരു അംഗവും ചെയ്യാത്ത പ്രവൃത്തിയാണിതെന്നും ദേവൻ പറഞ്ഞു. മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിലുള്ള കായിക മന്ത്രിയുടെ സ്പെയിൻ യാത്രയ്ക്ക് സർക്കാരിന് ചെലവായത് 13 ലക്ഷം രൂപ. 2004 സെപ്റ്റംബറിലെ യാത്രയ്ക്കാണ് 13 ലക്ഷം രൂപ ചെലവായത്. വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്.
പാലിക്കര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. ഷാജി ഗോഡൻ കണ്ടത്ത് ആണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിയുടെ അപ്പീൽ മുന്നിൽ കണ്ടാണ് നീക്കം. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയതിനാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് ഹർജിയിലെ ആവശ്യം. ഔദ്യോഗിക വസതിയിൽ പണക്കൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഇതിഹാസവും മുൻ ഇന്ത്യൻ പരിശീലകനുമായ ഗ്രഹ് ചാപ്പൽ ഇംഗ്ലണ്ടിന്റെ ബസ് ബോൾ നയത്തെ വിമർശിച്ച ചാപ്പൽ പോസിറ്റീവ് ക്രിക്കറ്റ് എന്നാൽ അശ്രദ്ധമായി ക്രിക്കറ്റ് കളിക്കുകയല്ലെന്നും പറഞ്ഞു. ഇതോടെ ന്യൂസ് at 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.